ഇപ്പോൾ നമുക്കൊപ്പം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ തത്സമയം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അഭിനന്ദനങ്ങൾ. നമസ്കാരം. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് താങ്കളെ നിർദ്ദേശിച്ചത് ജെ.പി. നദ്ദയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാമനിർദ്ദേശ പത്രിക കൊടുക്കണമെന്ന് ജെ.പി. നദ്ദ പറയുന്ന നിമിഷം ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ എന്താണ് തോന്നിയത്? അല്ല, എൻ്റെ മനസ്സിൽ ആദ്യം ഒരു സർപ്രൈസ്, അത് കഴിഞ്ഞിട്ട് ഇതൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്, ഇത് വലിയൊരു ഓണറാണ് എന്നാണ് എൻ്റെ മനസ്സിൽ ആദ്യം ക്രോസ് ആയത്. ആദ്യം കുറച്ചൊരു 5-10 സെക്കൻഡ് കുറച്ചൊരു ഷോക്ക്, ഒരു സർപ്രൈസ് എല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇത് വിചാരിച്ചിട്ടാണോ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാവരും വിചാരിച്ചിട്ട് കേരള ബി.ജെ.പിൻ്റെ എല്ലാം നേതാക്കളുടെ ഐഡിയ ആണത്, അതുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 2 ദിവസം ഒരു ഹെക്റ്റിക് ഒരു പ്രോസസ്സ് നടന്നു. ഇന്നലെ അത് ഫോർമലായി. ഇന്ന് ഞാൻ സംസാരിക്കുന്നു, താങ്കളോട് സംസാരിക്കുന്നു. ഓക്കെ, ശ്രീ രാജീവ് ചന്ദ്രശേഖർ, താങ്കൾ തൊട്ടതെല്ലാം പൊന്നാക്കിയ ആളാണ് എന്നുള്ളതാണ് പൊതുവേ താങ്കളെക്കുറിച്ച് പറയുന്നത്. താങ്കളെ ഇഷ്ടപ്പെടുന്നവരും താങ്കളെ വിമർശിക്കുന്നവരുമെല്ലാം, പ്രത്യേകിച്ച് ബിസിനസ് മേഖലയാണെങ്കിലും ശരി, താങ്കൾ MP ആയി വന്നപ്പോഴാണെങ്കിലും ശരി, മന്ത്രിയായി വരുമ്പോഴാണെങ്കിലും കുറഞ്ഞ സമയമേ കിട്ടിയുള്ളൂ. എങ്കിൽ പോലും ആ 2021 ശേഷം മന്ത്രിതലത്തിലും താങ്കൾ കഴിവ് തെളിയിച്ചു. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി വരുന്ന ഘട്ടത്തിലും ശശി തരൂരിന് നല്ലൊരു ഫൈറ്റ് താങ്കൾ കൊടുത്തു. 83,000 വോട്ടാണ് ശശി തരൂരിൻ്റെ ഭൂരിപക്ഷത്തിൽ താങ്കൾ കുറച്ചത്. ഒരു ഘട്ടത്തിൽ നമ്മൾ വിജയിക്കുമെന്നൊക്കെ തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇനി താങ്കൾ ഏറ്റെടുക്കാൻ പോകുന്ന ഉത്തരവാദിത്വം, താങ്കൾ ഇതുവരെ ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങളിൽ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതാണോ? രാജ്യസഭ MP എന്ന നിലയിൽ, മന്ത്രി എന്ന നിലയിൽ, ജൂപ്പിറ്റർ ക്യാപിറ്റൽസ് എന്ന സ്ഥാപനത്തിൻ്റെ എൻ്റർപ്രനർ എന്ന നിലയിൽ, സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ഇനിയിപ്പോൾ ഇതാ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ, ഏറ്റവും വലിയ വെല്ലുവിളിയാണോ ഇപ്പോൾ ഏറ്റെടുക്കാൻ പോകുന്നത്? അല്ല, ഏറ്റവും വലിയ വെല്ലുവിളിയല്ല ഞാൻ കാണുന്നത്. ഇതൊരു വേറെ ടൈപ്പ് ഓഫ് ചാലഞ്ചാണ്. അത് ശരിയാണ്, എനിക്കൊരു പുതിയ ചാലഞ്ച് ആയിരിക്കും. പക്ഷേ അധ്വാനിക്കാനും ഒരു സിൻസിയറായിട്ട് എഫേർട്ട് ഇടാനും എല്ലാവരും കൂടെ പണിയെടുക്കാനും എനിക്ക് ഇതുവരെ ഞാൻ സക്സസ്ഫുൾ ആയത് ആ ഒരു ഫോർമുല കൊണ്ടാണ്. എനിക്കൊന്നും ഷോർട്ട് കട്ടായിട്ട് കിട്ടിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഒന്നും അധ്വാനിക്കാണ്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതിലും എനിക്ക് ഞാൻ കൊണ്ടുവരുന്നത് എൻ്റെ ആട്രിബ്യൂട്ട്സ് നോക്കിയാൽ ഞാൻ ഒരു പൊളിറ്റിക്കൽ ജീനിയസ് ഒന്നുമല്ല. ഞാൻ അധ്വാനിക്കും, ഞാൻ സിൻസിയറായിട്ട് ഞാൻ ജനങ്ങളെ എനിക്ക് സേവിക്കാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് ഈ 18 കൊല്ലം എൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് ഓഫ് പബ്ലിക് സർവീസാണ് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത്. അതിൽ ഞാൻ പറഞ്ഞ മാതിരി എനിക്ക് ഏറ്റവും വലിയ ആസെറ്റ് ഒരു സിൻസിയർ ഹാർഡ് വർക്ക്, ഒരു ടീം വർക്ക്. എൻ്റെ ഒരു ട്രഡീഷണൽ ഒരു ട്രാക്ക് റെക്കോർഡായിട്ട് ഇവിടെയും ഞാൻ കൊണ്ടുവരും, ഡിപ്ലോയ് ചെയ്യും. ശ്രീ രാജീവ് ചന്ദ്രശേഖർ, താങ്കളുടെ ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കായിരുന്നു. രാഷ്ട്രീയക്കാരനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ഞാൻ ഇന്നലെ അതിനെ ഒന്ന് ഡീകോഡ് ചെയ്തിരുന്നു നമ്മളുടെ ചർച്ചയിൽ. താങ്കൾ പങ്കുവെച്ച ചിത്രം, സന്ദേശവും ശ്രീനാരായണ ഗുരുവിൻ്റേതായിരുന്നു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ ആദ്യം തന്നെ പങ്കുവെച്ചതിനു പിന്നിൽ 2 ലക്ഷ്യങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഈഴവ സമുദായത്തിലെ പ്രബലമായ ഈഴവ സമുദായത്തെ ഒപ്പം നിർത്തുക എന്നുള്ളത്. 2, താങ്കൾ ലക്ഷ്യമിടുന്നത് വിദ്യാസമ്പന്നരായ യുവാക്കളുടെ ഒരു സൈന്യത്തെ താങ്കൾ ഒപ്പം നിർത്താനാണ്. താങ്കൾ അവരെയാണ് ലക്ഷ്യമിടുന്നത്, മിഡിൽ ക്ലാസ് എഡ്യൂക്കേറ്റഡ് യങ് പീപ്പിൾ. ഇല്ല, ഞാൻ പറഞ്ഞത് ഇന്നലെ ഞാനത് ആ ഒരു കോട്ട് ഉപയോഗിച്ചത് ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് അല്ലല്ല. ഞാൻ അത് ബിലീവ് ചെയ്യുന്നതാണ്. ഹാർഡ് വർക്ക് ഓൾവേസ് പേസ്. അധ്വാനമാണ് ഇന്നത്തെ ഈ പുതിയ ഈ വേൾഡ് ഓർഡറിൽ അധ്വാനവും ടാലൻറ്റും സ്കിൽസാണ് സക്സസിൻ്റെ ഒരു ഫോർമുല എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ യൂത്തും ഇന്ന് ഫ്യൂച്ചറിനെ പറ്റി വിചാരിക്കുന്ന ജനങ്ങൾക്കും അതാണ് എൻ്റെ ഒരു ഓഫർ. എൻ്റെ ഒരു പ്രൊപ്പോസിഷനാണ്. നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയും. നമ്മുടെ കേരളയെ ഇങ്ങനെ കാണുമ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, തൊഴിലില്ല, ഇക്കോണമി കടം വാങ്ങിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇതെല്ലാം കാണുമ്പോൾ
നമുക്കൊരു ഡിസ്പെയർ ഉണ്ടെങ്കിലും ഇത് നമുക്ക് മാറ്റാൻ കഴിവുണ്ട്, കഴിയാം. അതിന് നമുക്ക് അധ്വാനിക്കണമെന്നാണ് ഞാൻ പറയാൻ അവിടെ ആഗ്രഹിച്ചത്. അതാണ് ആ കോട്ട് ഞാൻ ഇന്നലെയല്ല, ഞാനൊരു 10 കൊല്ലമായിട്ട് ആ കോട്ട് എൻ്റെ ഓഫീസിൽ വെച്ച് കോട്ടാണ്. ഞാനതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇന്നലെ ഞാൻ ഷെയർ ചെയ്തു. അത് ഷെയർ ചെയ്ത ഓഡിയൻസ് നമ്മുടെ പ്രവർത്തകരായിരുന്നു. അതിൽ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് കൊണ്ടല്ല ഞാൻ ഷെയർ ചെയ്തത്. അതെൻ്റെ ഒരു ഡീപ്ലി ഹെൽഡ് തോട്ടാണ്. ഓക്കെ, ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വരുമ്പോൾ 19% വോട്ട് ഷെയർ ഉണ്ട് ബി ജെ പിക്ക്. 11 ഇടങ്ങളിൽ 1-ാം സ്ഥാനത്താണ്, 9 ഇടങ്ങളിൽ 2-ാം സ്ഥാനത്താണ്, 10 ഇടങ്ങളിൽ ക്ലോസ് തേർഡാണ് ബി ജെ പി. കഴിഞ്ഞ 10 വർഷത്തെ കണക്ക് ഞാൻ പരിശോധിച്ചപ്പോൾ 14 ലക്ഷം വോട്ടിൻ്റെ വർധനവ് ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 2026 അധികാരത്തിന് തൊട്ടടുത്തേക്ക് വരാൻ, ചുരുങ്ങിയത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയറുള്ള 2ാമത്തെ പാർട്ടിയായിട്ട് വരാനുള്ള കരുത്ത് ബി ജെ പിക്ക് നേടാൻ കഴിയുമോ ഈ സാഹചര്യത്തിൽ? രാജീവ് ചന്ദ്രശേഖർ. എൻ്റെ അസസ്മെൻറ്റ് കുറച്ചൊരു അത് എക്നോളജ് ചെയ്തിട്ട് കുറച്ചൊരു വേറൊരു ടൈപ്പ് ഓഫ് അസസ്മെൻ്റ് ആണ്. റിയലിസ്റ്റിക്. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രം ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റിലാണ്. കേരളത്തിൻ്റെ രാഷ്ട്രം ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റിലാണ്. നമ്മൾ കാണുന്നത് ഈ 2 മുന്നണിയും, UDF ആണോ LDF ആണോ, 70-75 കൊല്ലമായിട്ട് ഇവിടെ ഭരിക്കുന്നു. അവർ 2 ആളുടെയും പൊളിറ്റിക്കൽ ഐഡിയോളജീസ്, ഇക്കണോമിക് ഐഡിയോളജീസ് ഫെയിൽ ആയിട്ടുണ്ട്. അത് നമ്മൾ കേരളയിൽ നോക്കിയാലും, കർണാടകയിൽ നോക്കിയാലും, ഹിമാചൽ പ്രദേശിൽ നോക്കിയാലും, തെലങ്കാനയിൽ നോക്കിയാലും അവരുടെ ഒരു ഇക്കണോമിക് ഐഡിയോളജി, ഒരു പുരോഗതി വികസനത്തിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഫെയിൽ ആവുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ കേരളയിൽ കാണുന്നത് ഈ 2025 ഈ ഇന്ത്യ ഒരു ദുർബലമായ ഇന്ത്യ 2014 അതേമാതിരി ഒരു സിറ്റുവേഷനിലാണ്. ആ ഇന്ത്യനെ 2014 ഒരു ദുർബലമായ സിറ്റുവേഷനിൽ ഇന്ന് ടോപ്പ് 4 ഇക്കോണമി ആക്കി കഴിഞ്ഞ 11 കൊല്ലത്തിലും. അതേമാതിരി ഒരു പാർട്ടി, ഒരു മുന്നണി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനൊരു കഴിവുള്ളൊരു മുന്നണി ഉണ്ടെങ്കിൽ അതൊരു BJP NDA ആണ്. ആ ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റിലാണ് കേരളം നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു കോൺഫിഡൻസ് അതാണ്. അതായത് താങ്കൾ ഞാൻ തിരുവനന്തപുരത്ത് അതേപോലെ കേരളത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഗുജറാത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഈ 2014 മുതൽ 2025 വരെ ഈ ഡീപ്പ് ട്രാൻസ്ഫോർമേഷൻ, ഇക്കണോമിക് ഗ്രോത്ത്, ഈ ടോപ്പ് 4 ആയി നമ്മൾ കാണുന്ന ഒരു ന്യൂ ഇന്ത്യൻ ഇക്കോണമി, അങ്ങനെയാണ് നമ്മൾക്ക് കേരളയിലും അവസരങ്ങൾ ഉള്ള ഒരു കേരളം ആക്കേണ്ടത്. നമുക്ക് തൊഴിലും ഇൻവെസ്റ്റ്മെൻറ്റും ഉള്ള ഒരു കേരളം ആക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്നാണ് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ BJP NDA മുന്നണിയാണ് ശരിക്കും ഇതിന് ചെയ്യാനുള്ളൊരു കഴിവും ട്രാക്ക് റെക്കോർഡും എക്സ്പീരിയൻസ് ഉള്ളൊരു പൊളിറ്റിക്കൽ ഫോർമേഷൻ. കോൺഗ്രസ് പാർട്ടിന്റെ UDF, പീയൂഷ് ഗോയലിന്റെ വകുപ്പ് തന്നെ കേരളത്തിന് മികച്ച നിക്ഷേപ സൗഹൃദം എന്ന മട്ടിലുള്ള ഒരു പിന്തുണ നൽകി കഴിഞ്ഞു. അവരുടെ റാങ്കിങ്ങിൽ കേരളം 1-ാമതാണ്. 9ഓളം ഇനങ്ങളിൽ കേരളം 1-ാമതാണ്. വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറുന്നു എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ വിലയിരുത്തലുണ്ട്. ആ സാഹചര്യത്തിലാണ് താങ്കൾ ഇത് പറയുന്നത്. അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? താങ്കൾ ഇപ്പോൾ പറയുന്ന രീതിയിൽ വ്യവസായ നിക്ഷേപ സൗഹൃദമുള്ള കേരളം ഇനിയും വികസിക്കണം എന്നതാണോ, ഇനിയൊരു വലിയ മാറ്റം വരണമെന്നുള്ളതാണോ കേരളത്തിന്റെ വികസന പാതയിൽ? അല്ല, നോക്കൂ, നമ്മൾ ഈ സർവേയിലെല്ലാം ബേസ്ഡ് പോവുകയാണെങ്കിൽ അതൊരു വേറെ സാധനം. ഞാൻ പറഞ്ഞത് ഒരു റിയാലിറ്റി. ഇന്ന് ഇന്ത്യ, നമ്മുടെ കേരളത്തിൻ്റെ ടാലൻറ്റ്, യൂത്ത് എല്ലാം അവർക്ക് തൊഴിലും സക്സസ് കിട്ടുന്നത് കേരളം വിട്ട് പുറത്തു പോയി, അത് രാജ്യം വിട്ട് പുറത്തു പോയതും സംസ്ഥാനം വിട്ട് പുറത്തു പോയിട്ട് അവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അത് നമുക്ക് മാറ്റണം. ഞാൻ കേരള നല്ലതല്ലാന്നോ, കേരളത്തിൻ്റെ യൂത്തിന് ടാലൻ്റ് ഇല്ലാന്ന് അതല്ല ഞാൻ പറയുന്നത്. ഈ LDFും UDFിൻ്റെ ഇക്കണോമിക് ഐഡിയോളജി ഒരു ലോസ് മേക്കിംഗ് ഐഡിയോളജിയാണ്. കടം വാങ്ങിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഇക്കോണമി നശിപ്പിക്കുന്ന ഒരു ഐഡിയോളജിയാണ്. ഞാൻ ഫാക്ച്വലി പറയാണ്. കേരള ഒരു ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്നലെയും പറഞ്ഞു, എത്രയോ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിലുണ്ട്. അത് ടൂറിസം ആണോ, IT ആണോ, മാനുഫാക്ചറിങ് ആണോ, എത്രയോ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. റിസർച്ച് ആണോ, സയൻസ് ആണോ,
അതിനെ ക്യാപിറ്റലൈസ് ചെയ്ത് ഇവിടെ ഒരു അവസരങ്ങളുടെ ഒരു കേരളമാക്കാൻ ആർക്കാണ് കഴിവ്, ആർക്കാണ് ആ വിഷൻ? ഇന്ന് ഈ മൂന്ന് മുന്നണിയിൽ ആരാണ് വികസിത് ഭാരതം, വികസിത് കേരളത്തിനെ പറ്റി സംസാരിക്കുന്നത്? രാജീവ് ചന്ദ്രശേഖർ, നമ്മൾ ഇതുവരെ സംസാരിക്കുമ്പോഴും അങ്ങ് കൃത്യമായി വികസിത രാഷ്ട്രീയത്തിന്റെ ഒരു സാമ്പത്തിക പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ക്രിട്ടിക്കലായ ഒരു ചോദ്യമാണ്. BJPയുടെ രാഷ്ട്രീയ ആശയത്തിൽ നിന്ന് അതിലൂന്നിക്കൊണ്ടുള്ള ഒരു സാമ്പത്തിക പ്രത്യയശാസ്ത്രമാണോ താങ്കൾ മുന്നോട്ട് വയ്ക്കുക? അതായത് താങ്കൾക്ക് സംഘപരിവാറിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമില്ല എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് BJPയുടെ ഐഡിയോളജി അല്ല രാജീവ് ചന്ദ്രശേഖരൻ്റേത് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ ആശയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയത്തെക്കാൾ താങ്കൾ ഒരു ഇന്ത്യ ഗ്രോത്ത് ട്രജക്ടറിയിലുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിന് വേണ്ടി. ഇനി ഹിന്ദുത്വ രാഷ്ട്രീയമല്ല കേരളത്തിന് ആവശ്യം, വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് എന്നാണോ താങ്കൾ മാറ്റിപ്പറയാൻ ശ്രമിക്കുകയാണോ അത്? അരുൺ, ഞങ്ങളുടെ രാഷ്ട്രീയത്തിനെ പറ്റി കോൺഗ്രസും ലെഫ്റ്റ് അല്ല ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. അവരാണ് ഈ പറഞ്ഞത് ഞങ്ങൾ ഹിന്ദുത്വ രാഷ്ട്രീയം ചെയ്യുന്നു, അവരാണ് ഈ ഞങ്ങൾ വർഗീയവാദിയാണ്. അത് 30 കൊല്ലം 25 കൊല്ലമായിട്ട് അവരിങ്ങനെ ഓരോ ഒരു സെയിം റട്ടിലാണ്. ഞങ്ങളുടെ പ്രൈം മിനിസ്റ്റർ 2014 പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ എന്തു പറഞ്ഞു? സബ്കാ സാത്ത് സബ്കാ വികാസ്. ഞാൻ ഇന്നലെ എന്തു പറഞ്ഞു? ഞങ്ങൾക്ക് എല്ലാ മലയാളി കുടുംബത്തിനും എല്ലാ മലയാളി യുവക്കൾക്കും ഒരു പുരോഗതിയും വികസനത്തിൻ്റെ അവസരം കൊടുക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ഏത് മതമാണോ ഏത് സമുദായമാണോ അത് ഞങ്ങൾ സബ്കാ സാത്ത് സബ്കാ വികാസാണ് ഞങ്ങളുടെ ഐഡിയോളജി എന്ന് ഒരു 10-11 കൊല്ലമായിട്ട് പറയുന്നു. ഇവർക്ക് അവരിങ്ങനെ ഒരു മിസ്ഇൻഫർമേഷൻ, ഞങ്ങൾ ഹിന്ദുത്വമാണ്, ഞങ്ങൾ വർഗീയവാദിയാണെന്ന് പറഞ്ഞിങ്ങനെ ഓരോ പ്രാവശ്യം പറയും. ഇതുവരെ 11 കൊല്ലം ഞങ്ങൾ നരേന്ദ്രമോദി ചെയ്ത ഒരു സാധനം വർഗീയവാദിയാണ് പറഞ്ഞ് തെളിവ് വെച്ച് മുമ്പോട്ട് വെച്ചാൽ ഞാൻ രാഷ്ട്രം വിട്ടുപോകും. അതുകൊണ്ട് ഇവരെ ഇങ്ങനെ ഓരോരോ പ്രൊപ്പഗാൻഡ ചെയ്യുക. BJPൻ്റെ ഐഡിയോളജിയിൽ ഒരു ചേഞ്ചും ഇല്ല. ഞങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ്. അത് മലയാളത്തിൽ പറയുമ്പോൾ എല്ലാവർക്കും പുരോഗതിയും വികസനം ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിന് അധ്വാനം ചെയ്ത് 11 കൊല്ലം ഞങ്ങൾ ഇന്ത്യന് ദുർബലം ആയ സിറ്റുവേഷനിൽ 4ാം നമ്പറിൻ്റെ ഈ വേൾഡ് എക്കോണമി ആക്കി, ഒരു വേൾഡ് ലീഡിങ് ടെക്നോളജി പവർ ആക്കി, വേൾഡ് ലീഡിങ് സെക്യൂരിറ്റി പവർ ആക്കി. അത് എങ്ങനെ വന്നു? അത് ഈ വർഗീയവാദി രാഷ്ട്രീയം ചെയ്തിട്ടാണോ? അല്ല. അത് ഇക്കണോമിക് പോളിസീസ്, നല്ല ഗവർണൻസ്, നല്ല പോളിസീസും ഈ ജനങ്ങൾക്ക് വേണ്ടി ഒരു സമർപ്പണം, അതാണ് ഞങ്ങളുടെ ഐഡിയോളജി. എനിക്ക് ഇഷ്ടമാവില്ല, അതുകൊണ്ട് അവരിങ്ങനെ ഓരോന്നിങ്ങനെ പറയും. അതാണ് ഫാക്ട്. ഓക്കെ, മറ്റൊരു കാര്യം കൂടി, താങ്കൾക്ക് ഈ സംഘപരിവാറിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ല എന്ന് പറയുമ്പോൾ കേരളത്തിലാണ് 5142 RSSന്റെ ശാഖകളുണ്ട്. കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSS ശാഖകളുള്ള ഒരു സ്റ്റേറ്റ്. RSSന്റെ പിന്തുണ ശ്രീ രാജീവ് ചന്ദ്രശേഖരന് ഉറപ്പാക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ടോ ഈ ഘട്ടത്തിൽ? എനിക്ക് എല്ലാവരുടെയും പിന്തുണയുണ്ട്. കേരളയിൽ എല്ലാവരുടെയും പിന്തുണ എനിക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും വേണം ഒരു വികസിത കേരളം, എല്ലാവർക്കും വേണം ഒരു മാറ്റം. എന്നിട്ട് ഞാൻ ഈ സംഘ് പരിവാറിൻ്റെ എന്താണ് ഐഡിയോളജി എന്ന് ഈ മനസ്സിലാക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഡെലിബറേറ്റ്ലി മിസ്ഇൻഫോം ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ ചെയ്യുന്നത്. അവരെ പണിയും അവരെ അധ്വാനം ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കിയാലും അവർ പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ അവർക്കും വേണം അവരുടെ ഐഡിയോളജിയും ഈ സബ്കാ സാത്ത് സബ്കാ വികാസിൻ്റെ ഒരു ഐഡിയോളജിയാണ്. അതാണ് ഞങ്ങൾ അതാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അതിലൊരു ഡൗട്ടും ഉണ്ടാവാൻ പാടില്ല, പ്ലീസ്. അത് എനിക്കൊന്ന് താഴെ തട്ടിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രചരണമായിട്ട് മാറിയിട്ടുണ്ട്. താങ്കൾക്ക് സംഘപരിവാറിന്റെ ആശയവുമായിട്ട് ബന്ധമില്ല, താങ്കൾ ബിസിനസ് എന്റർപ്രണർ ലോകത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രചരണം താങ്കൾക്കെതിരെ നടക്കുന്നുണ്ടോ? അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഒരു ഒപ്പീനിയൻ ഉണ്ടാവും. ഞാൻ എന്താണ്, എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, ഞാൻ BJP എങ്ങനെയാണ്, എന്താണ്, എല്ലാവർക്കും ഒരു ഒപ്പീനിയൻ ഉണ്ടാവും. ഞാൻ എപ്പോഴും ഒരു ക്ലിയർ ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ മിസ്ഇൻഫർമേഷൻ കാണുമ്പോൾ ഏറ്റവും വലിയ വെപ്പൺ ഞങ്ങൾക്ക് സത്യമാണ്. നുണ പറയുന്ന രാഷ്ട്രീയത്തെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യുമ്പോൾ സത്യം പറയുക, നോ ദ ഡിഫറൻസ്, ജനങ്ങളെ ബോധിപ്പിക്കുക, ഇതാണ് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇതാണ് ഞങ്ങളുടെ വിഷൻ,
അത് ഞങ്ങൾ എല്ലാവരോടും പറയും. വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഈ വികസന സന്ദേശം എല്ലാവർക്കും കൊടുക്കും. ദാറ്റ്സ് പെർഫെക്റ്റ്. ഞാൻ ഇനി BJP സംഘടന താങ്കൾ പ്രധാനമായിട്ടും 3 വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താങ്കൾ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന സംഘടനയെ അടിമുടി മാറ്റിപ്പണിയുക എന്നുള്ളതാണ്. സംഘടന മികച്ച ആരോഗ്യത്തിൽ നിൽക്കുന്നൊരു സമയമാണ്. പക്ഷേ അതിനുള്ളിലും ചില വിഭാഗീയതയുടെ പ്രശ്നങ്ങൾ ഉള്ളതായി താങ്കൾക്കറിയാം. വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെട്ട് നിൽക്കുന്നത് കൃഷ്ണദാസ് പക്ഷം ഒരു ഭാഗത്ത്, മുരളീധര പക്ഷം എന്നിങ്ങനെയാണ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന വിഭാഗീയതകൾ. താങ്കൾക്കുള്ള വരവ് തന്നെ ഒരുപക്ഷേ ആ വിഭാഗീയതയിൽ നിന്ന് പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. എല്ലാ പക്ഷക്കാരുടെയും പിന്തുണ ശ്രീ രാജീവ് ചന്ദ്രശേഖർ താങ്കൾക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? എന്നെ എല്ലാവരും ആണല്ലോ പ്രപ്പോസ് ചെയ്ത് സംസ്ഥാന പ്രസിഡന്റ് ആക്കിയത്. അപ്പോൾ ഞാൻ ഈ പ്രോപ്പഗാൻഡ ബിലീവ് ചെയ്യുന്ന ആളല്ല. ഞാനിപ്പോൾ ഒരു 1.5 കൊല്ലം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടല്ലോ. ഞാൻ ഇതുവരെ ഒരു ഗ്രൂപ്പിസമോ ഒരു അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ഞങ്ങളൊരു പാർട്ടി ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. എല്ലാവർക്കും ഒരു ഒപ്പീനിയൻ ഉണ്ട്. എല്ലാവരും എല്ലാ ഇഷ്യൂവിലും എഗ്രി ചെയ്യണമെന്ന് അങ്ങനെ ഒരു ഫ്രെയിം വർക്ക് അല്ല ഞങ്ങളെ പാർട്ടി. എല്ലാവർക്കും ഒരു ഒപ്പീനിയൻ ഉണ്ട്. ഞങ്ങളെ പാർട്ടിയിൽ എത്രയോ വലിയ നേതാക്കന്മാരുണ്ട്. ഇത് പ്രവർത്തകരുടെ ഒരു പാർട്ടിയാണ്. എല്ലാ പ്രവർത്തകർക്കും ഒരു ഒപ്പീനിയൻ, അവരുടെ ഒരു മെസ്സേജ് കൊടുക്കാൻ അവർക്കൊരു റൈറ്റ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും ചിലപ്പോൾ വേറെ ഒപ്പീനിയൻസ് ഉണ്ടാവും. ബട്ട് നമ്മുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞു, എല്ലാവരുടെയും ഒരു ദൗത്യം, നമ്മളെല്ലാവരും ഒരുമിച്ച് ഉണ്ടാക്കിയൊരു ദൗത്യമാണ് ഇത്. നമുക്ക് ഈ അധികാരത്തിൽ വരണം. അധികാരത്തിൽ വന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ കുറച്ചൊരു മാറ്റം കൊണ്ടുവരാനൊരു അവസരം കിട്ടും. അതാണ് ഞങ്ങളുടെ ദൗത്യം. അപ്പോൾ അതിൽ 3 ആൾക്ക് 4 ഒപ്പീനിയൻ ഉണ്ടാവും, 4 സ്ട്രാറ്റജി ഉണ്ടാവും. അതല്ല നമ്മളുടെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ഒരു നോർമൽ ഇഷ്യൂ ആണ്. ബട്ട് ഈ ഗ്രൂപ്പിസമും ഇങ്ങനത്തെ ഒരു ക്യാരക്ടറൈസേഷൻ ഞാൻ എംഫാറ്റിക്കലി പറഞ്ഞു, അത് കംപ്ലീറ്റ്ലി റോങ് ആണ്. രാജീവ് ചന്ദ്രശേഖർ കടുത്ത നടപടികൾ ഉണ്ടാവില്ലേ? അങ്ങനെ ഒന്നുമില്ല. ഇതിൽ ഞാൻ കടുത്ത നടപടി എടുക്കുന്ന ആളൊന്നുമല്ല. ഞാൻ ഒരു ടീം മെമ്പറാണ്. നമ്മളെല്ലാവരും കൂടെയാണ് ഞങ്ങളുടെ ഈ ദൗത്യം, ഞങ്ങളുടെ ഒരു ലക്ഷ്യം മീറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിൽ ഞാനൊരു ഇങ്ങനെ ഒരു ഡിസിപ്ലിനറി ആക്ഷനോ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഒരു പാർട്ടിയായിട്ടാണ് പോകുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു 80% ചേഞ്ച് വരെ താങ്കൾക്ക് വരുത്താം. ഒരു 40% വരെ മാറ്റം താങ്കൾ വരുത്തും. യുവാക്കൾക്ക് കൂടുതൽ പ്രാമുഖ്യം താങ്കൾ നൽകും. ഇപ്പോൾ സെക്രട്ടറിയുടെയും ജനറൽ സെക്രട്ടറിയുടെയും ഒക്കെ വേക്കൻസി ഉണ്ട്. ഷോൺ ജോർജിനെ പോലുള്ളവരൊക്കെ ഉണ്ട് താങ്കൾക്ക്. അത് ഞാൻ ചെയ്യാൻ പോകുന്നത് തന്നെ അരുൺ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് തന്നെ അറിയില്ല. എന്നിട്ടാണ് അരുൺ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം വരുന്ന ദിവസത്തിൽ ഞാൻ എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ തീരുമാനിക്കും. ലേസർ ഫോക്കസ് ആണ്. 1.5 വർഷമായി കേരളത്തിന്റെ രാഷ്ട്രീയം സസൂക്ഷ്മം നോക്കുന്നുണ്ട്. മത്സരിക്കാൻ വന്നു. ഞങ്ങൾ സാധാരണ പറയുന്നത് അലയും ചുഴിയും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ടൈഡ്സ് ആൻഡ് വേവ്സ് ഒരുപാടുണ്ടല്ലോ. ഇതൊരു മഹാസമുദ്രമാണല്ലോ BJP. ഇത്രയും അധികം പ്രവർത്തകരുണ്ട്. 20,000-ഓളം ബൂത്തുകളിലെ പ്രവർത്തകരെ ശക്തിപ്പെടുത്തണം. ഏകദേശം 30 ജില്ലകളുണ്ട്, BJPയുടെ ജില്ലകളുണ്ട്. അതേപോലെ 280ഓളം മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഓരോ താല്പര്യങ്ങൾ ഉണ്ടാവുമല്ലോ. താങ്കൾ എങ്ങനെയാണ് ഇതിനെ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് കൂടിക്കാഴ്ച നടത്തി പാർട്ടിയിലേക്ക് അടിത്തട്ടിലേക്ക് ഇറങ്ങാനാണോ തീരുമാനം? അതെ, അത് 100%. അതിലൊരു ഡൗട്ടും ഇല്ലല്ലോ. ഞാൻ ഈ വരുന്ന 2-3 ദിവസം കുറച്ചൊരു ഇവിടെ മീറ്റിംഗ് എല്ലാം നടത്തി ഐ വിൽ ഹിറ്റ് ദ റോഡ്. എല്ലാ ഡിസ്ട്രിക്റ്റിൽ പോവും, എല്ലാവരെയും കാണും, എല്ലാവരും കൂടെ സംസാരിക്കും. എന്നിട്ട് നമ്മുടെ ഈ ഒരുമിച്ച് തീരുമാനിച്ച ഒരു ദൗത്യം എല്ലാവരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. അതുകൊണ്ട് അതിൽ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, 100% എഫേർട്ട് പ്രവർത്തകർ തന്നാൽ ഞാൻ 500% എൻ്റെ എഫേർട്ട് ഉണ്ടാവും. അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ഞാൻ അങ്ങനെ ഒരു അധ്വാനിക്കുന്ന ഒരു പ്രസിഡന്റ് ആയി. ശ്രീ രാജീവ് ചന്ദ്രശേഖർ, സന്ദീപ് വാര്യരെയൊക്കെ പോലെയുള്ള നേതാക്കളെ പാർട്ടിയിൽ നിർത്തേണ്ടിയിരുന്നു എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? എനിക്ക് അതിനെപ്പറ്റി, ഞാൻ ഹിസ്റ്ററിനെ പറ്റി അങ്ങനെ ഒരു സ്റ്റുഡൻ്റ് ഒന്നുമല്ല. ഞാൻ ഫ്യൂച്ചറോളജീൻ്റെ സ്റ്റുഡൻ്റാണ്. ഞാൻ ഞങ്ങളുടെ ദൗത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് എന്ത് നടന്നു, എപ്പോൾ നടന്നു, ആര് ചെയ്തു, എന്ത് ചെയ്തു, അതിൽ എനിക്ക് ടൈമില്ല.
അതിൽ ഞാൻ പോകാൻ ഒരു കാര്യം കൂടി ശ്രീ രാജീവ് ചന്ദ്രശേഖർ, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പലപ്പോഴും പല സമയങ്ങളിലും പ്രസിഡന്റുമാർക്ക് അഭിപ്രായം പറയേണ്ടി വരും, ഓരോരോ രാഷ്ട്രീയ വിഷയങ്ങളെ രൂപപ്പെട്ടു വരും. അപ്പോൾ താങ്കൾ പ്രത്യേകിച്ചൊരു ദേശീയ പെർസ്പെക്റ്റീവുള്ളൊരു നേതാവാണ്. കേരളത്തിലെ വളരെ സങ്കീർണമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു വിഷയങ്ങളാണെങ്കിൽ പോലും അതൊക്കെ വലിയ വാർത്തകളായിട്ട് വരും. ഏറ്റവും കൂടുതൽ മീഡിയ ഓഡിറ്റിംഗ് നടക്കുമല്ലോ. ഇതിനൊക്കെ താങ്കൾ ഇതിന് അഭിപ്രായം പറയുന്നുണ്ടോ, അതല്ല ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം മതി, താങ്കളുടെ ഫോക്കസ് വേറെയാണ് എന്ന രീതിയിലായിരിക്കുമോ പ്രവർത്തനം? അല്ലല്ല, പാർട്ടിയിൽ എത്രയോ നേതാക്കന്മാരില്ലേ. അപ്പോൾ അത് പാർട്ടിയുടെ നേതാക്കന്മാർ ഏതാ ഇഷ്യൂ ആരാണ് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത് അവർ റെസ്പോണ്ട് ചെയ്യും. ചിലത് ഞാൻ റെസ്പോണ്ട് ചെയ്യും. അങ്ങനെ എല്ലാത്തിലും ഞാൻ മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നു അങ്ങനെയല്ലല്ലോ. ഞങ്ങൾ BJP നാഷണൽ പാർട്ടി ആണെങ്കിലോ BJPയിൽ ഏതെങ്കിലും സംസ്ഥാന പാർട്ടി ആണെങ്കിൽ പ്രസിഡൻറ്റ് മാത്രം എല്ലാം പറയും, പ്രസിഡൻറ്റ് മാത്രം എല്ലാം തീരുമാനിക്കും, അങ്ങനത്തെ ഒരു സംവിധാനമല്ല ഞങ്ങളുടെ പാർട്ടി. ഇതിൽ എത്രയോ നാഷണൽ ലീഡേഴ്സ് ഉണ്ട്, മേജർ ലീഡേഴ്സ് ഉണ്ട്. ശോഭാ സുരേന്ദ്രൻജി ഉണ്ട്, കൃഷ്ണദാസ് ചേട്ടനുണ്ട്, മുരളീധരൻജി ഉണ്ട്, സുരേന്ദ്രൻജി ഉണ്ട്, MT രമേശ് ജി ഉണ്ട്. അപ്പോൾ എല്ലാവരും അവരുടെ റെസ്പോൺസിബിലിറ്റി അവർ റെസ്പോണ്ട് ചെയ്യും. അങ്ങനെ ഒരു ടീം വർക്കായിട്ടാണ് ഈ പാർട്ടി മുമ്പോട്ട് പോകാൻ പോകുന്നത്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് വളരെ നിർണായകമാണ്. അത് കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കണ്ടു. പക്ഷേ ആ വോട്ട് ബാങ്കിനെ അതാത് കൃത്യമായി BJPയോട് അടുപ്പിച്ചു നിർത്താൻ താങ്കൾക്ക് കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടോ? ഞാനൊരു വോട്ട് ബാങ്ക് പോളിറ്റിക്സ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളല്ല. ഞാൻ വോട്ട് ബാങ്ക് ഞങ്ങളുടെ പാർട്ടി അങ്ങനെ വോട്ട് ബാങ്ക് പോളിറ്റിക്സ് ചെയ്യാറില്ല. ഞങ്ങളുടെ മെസ്സേജ് തന്നെ, ഞങ്ങളുടെ ഐഡിയോളജി എന്ന് പറയുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ് ആണ്. അതുകൊണ്ട് ഞങ്ങളൊരു വോട്ട് ബാങ്ക് നോക്കിയിട്ടല്ല ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നത്, ഐഡിയോളജി മാനിഫെസ്റ്റോ ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും പുരോഗതിയും വികസനം കൊണ്ടുവരണം, എല്ലാ കുടുംബത്തിലും ഒരു ഓപ്പർച്യൂണിറ്റി, ഇവിടെ മാറ്റം കൊണ്ടുവരണം. ഞങ്ങൾ ഒരു മതത്തിനോ ഒരു സമുദായത്തിനോ വേണ്ടിയിട്ടല്ല പണി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വോട്ട് ബാങ്ക് ക്വസ്റ്റ്യൻസ് എല്ലാം എനിക്ക് ആൻസർ ചെയ്യാൻ ഒരു താല്പര്യമില്ല. ദാറ്റ്സ് മെസ്സേജ് RC. ഒരു ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ കേരളത്തിലൊരു RC ഉണ്ട്, രമേശ് ചെന്നിത്തലയാണ് RC എന്ന് കേരളത്തിൽ രാഷ്ട്രീയത്തിൽ നമ്മളെല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. യു ആർ ദ സെക്കൻഡ് RC. ആ അർത്ഥത്തിൽ സംസ്ഥാന അധ്യക്ഷനായി വരുന്ന ഒരു നേതാവാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ, അതായത് കേരളത്തിൽ ഇനി BJP പറയാൻ പോകുന്നത് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതോ അതല്ലെങ്കിൽ ബാക്കിയുള്ള ചരിത്രമെല്ലാം മാറുന്നു, ഒരു പുതിയ ഘട്ടം വരുന്നു എന്നുള്ളതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു തരത്തിലുള്ള വർഗീയമായിട്ടുള്ള ആശയങ്ങളും കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെടില്ല, പകരം ഒരൊറ്റ ഫോക്കസ് സബ്കാ സാത്ത് സബ്കാ വികാസ്. അതാണ് 100%. അതാണ് ഞങ്ങളുടെ മെസ്സേജ്. അതായിരുന്നു ഞങ്ങളുടെ മെസ്സേജ്. വരുന്ന കാലത്തും അതായിരിക്കും ഞങ്ങളുടെ മെസ്സേജ്. ഓക്കെ, താങ്ക് യു രാജീവ് ചന്ദ്രശേഖർ. എല്ലാവിധ അഭിനന്ദനങ്ങളും. വരാൻ പോകുന്നതൊരു വലിയ വെല്ലുവിളിയാണ്, താങ്കൾക്ക് അത് ഏറ്റെടുക്കാൻ കഴിയട്ടെ. ഒരൊറ്റ ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കുന്നു. 2026 അധികാരത്തിലേക്ക് എത്തുമെന്നാണോ, മുഖ്യ പ്രതിപക്ഷമാകുമെന്നാണോ വിശ്വാസം? ഞാൻ ഇന്നലെ പറഞ്ഞത് ഞങ്ങളുടെ ദൗത്യം, നമ്മുടെ എല്ലാവരും ദൗത്യം അധികാരത്തിലെത്തി നമ്മുടെ കേരള നാടിന് ഒരു മാറ്റം കൊണ്ടുവന്ന് ഒരു വികസിത കേരളത്തിൻ്റെ ഒരു വിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ദൗത്യം. ഓക്കെ, താങ്ക് യു ശ്രീ രാജീവ് ചന്ദ്രശേഖർ. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് ഈ വാർത്താ പ്രഭാതത്തിൽ പ്രേക്ഷകർക്കൊപ്പം കൂടിയത്. അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു, വർഗീയ രാഷ്ട്രീയങ്ങളൊന്നുമല്ല, പകരം സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മാതൃകയിലേക്ക് രാഷ്ട്രീയം മാറുന്നു. എല്ലാവരുടെയും വളർച്ച, വികസിത കേരളം എന്ന പ്രമേയത്തിലൂന്നിയായിരിക്കും തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നു. എല്ലാവരെയും ഒപ്പം നിർത്താൻ പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആ ഗ്രൂപ്പിസം ഒന്നും ഇനി പാർട്ടിയിലുണ്ടാവില്ല, ഗ്രൂപ്പിസം പാർട്ടിയിലുണ്ടായിരുന്നില്ല, അതൊക്കെ പ്രചരണമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. തനിക്ക് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമില്ല എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് അറിയാതെയാണ് എന്നും അദ്ദേഹം പറയുന്നു.